നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെക്കൻ ഗാസയിലെ റാഫയിൽ വൻ സ്ഫോടനം. 8 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചു. ഡെപ്യൂട്ടി കമാൻഡറായ 23-കാരൻ ക്യാപ്റ്റൻ വാസിം മഹ്മൂദ് ഉൾപ്പെടെയുള്ളവരാണ് മരിച്ചത്. മറ്റ് 7 പേരുടെ പേര് വിവരങ്ങൾ പുറത്തുവരേണ്ടതുണ്ട്. പ്രാദേശിക സമയം പുലർച്ചെ 5 മണിയോടെയായിരുന്നു സ്ഫോടനം. ഹമാസിനെ പ്രതിരോധിക്കാനായി രാപ്പകൽ ഓപ്പറേഷൻ നടത്തിയിരുന്ന സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നവരാണ് വീരമൃത്യു വരിച്ചത്. അതീവ സുരക്ഷ ഉറപ്പാക്കുന്ന കോമ്പാക്ട് എഞ്ചിനീയറിംഗ് വെഹിക്കിൾ യാത്ര ചെയ്യുന്നതിനിടെയാണ് റാഫയിലെ സുൽത്താൻ പരിസരത്ത് സ്ഫോടനമുണ്ടായതെന്നും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ സമയം വെടിവയ്പ് നടന്നിട്ടില്ലെന്നും ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിലാണ് സ്ഫോടനം നടന്നതെന്നും IDF വ്യക്തമാക്കി. ബോംബ് ഘടിപ്പിച്ചതാണോ അതോ സ്ഫോടക വസ്തു എറിഞ്ഞാണോ അപകടമുണ്ടായതെന്ന് അറിയാനായി കൂടുതൽ അന്വേഷണങ്ങൾ ആവശ്യമാണെന്നും IDF അറിയിച്ചു. ഹമാസിന്റെ ക്രൂരതയിൽ ഒക്ടോബർ 7 മുതൽ ഇതുവരെ 307 സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് വീരമൃത്യു വരിച്ചത്. ബന്ദികളെ രക്ഷിക്കുന്നതിനിടെ കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും സിവിൽ മന്ത്രാലയത്തിന്റെ കോൺട്രാക്ടർ ഉൾപ്പെടെയുള്ളവരുടെ ജീവനാണ് മാസങ്ങൾക്കിടയിൽ പൊലിഞ്ഞത്. ജനുവരിയിൽ ഹമാസിന്റെ RPG തീപിടുത്തത്തിൽ 21 സൈനികർ കൊല്ലപ്പെട്ടു. 2 കെട്ടിടങ്ങൾ തകർന്നു. ഇസ്രായേൽ സൈന്യം ആഴ്ചകളായി റാഫ മേഖലയിൽ മുന്നേറുകയാണ്. ഇന്ന് അവരുടെ ആക്രമണത്തിൽ കുറഞ്ഞത് 19 പലസ്തീനുകൾ കൊല്ലപ്പെട്ടു. ഹമാസ് നിർമ്മിച്ച വിപുലമായ തുരങ്ക ശൃംഖലയിൽ ഭൂമിക്ക് മുകളിലുള്ളതും ഒളിപ്പിച്ചതുമായ വലിയ അളവിലുള്ള ആയുധങ്ങൾ റാഫയിലെ തങ്ങളുടെ സൈന്യം പിടിച്ചെടുത്തതായും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് സൈനികന്റെ മരണം. ആക്രമണം വെടിനിർത്തലിനായുള്ള ആഹ്വാനങ്ങൾക്ക് ആക്കം കൂട്ടുകയും സൈന്യത്തിൽ നിന്നുള്ള തീവ്ര ഓർത്തഡോക്സ് ഇളവുകൾക്കെതിരെ ഇസ്രായേലി പൊതുജനം രോഷം വർദ്ധിപ്പിക്കുകയും ചെയ്യും. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിലേക്ക് ഇരച്ചുകയറി 1200ഓളം ആളുകളെ കൊല്ലുകയും കൂടുതലും സാധാരണക്കാരെയും ഏകദേശം 250ഓളം പേരെ ബന്ദികളാക്കുകയും ചെയ്തതിനു ശേഷം ഇസ്രായേൽ ഒരു സൈനിക ആക്രമണം ആരംഭിച്ചു. ഇസ്രായേൽ തടവിലാക്കിയ പലസ്തീനുകൾക്ക് പകരമായി കഴിഞ്ഞ വർഷം ഹ്രസ്വമായ വെടിനിർത്തൽ സമയത്ത് 100 ബന്ദികളെ പലസ്തീൻ സംഘം മോചിപ്പിച്ചു. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിലും കരാക്രമണങ്ങളിലും 37,000ഓളം പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായും പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു. ഗാസയിലെ 2.5 ദശലക്ഷം ജനസംഖ്യയുടെ 80% അവരുടെ വീടുകളിൽ നിന്ന് പലായനം ചെയ്യപ്പെട്ടു. ഗാസയിൽ വെടിനിർത്തലിന് ലോക നേതാക്കൾ സമ്മർദ്ദം ചെലുത്തി. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കണമെന്നും ഇസ്രായേൽ പൂർണ്ണമായി പിൻവാങ്ങണമെന്നും ഹമാസ് ആഗ്രഹിക്കുമ്പോൾ ഹമാസിന് ഉന്മൂലനം ചെയ്യുന്നതിന് മുൻപ് യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിസമ്മതിച്ചു. ഏറ്റവും പുതിയ സംഭവ വികാസത്തിൽ US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ കരാർ ഇരു പാർട്ടികളും തമ്മിലുള്ള ചർച്ചയിലാണ്.